അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാളിവിടെ സുഖവിവരം അന്വേഷിക്കാൻ ഇന്നലെ രാത്രി വന്ന് ഇവിടെ കൂടിയതാണേ. ഞാൻ ഈ കസാര ഇങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ തന്നെ ആൾ ഈ നിന്ന സ്ഥലത്തുണ്ട്. നേരം വെളുത്ത് ഞാൻ നീച്ച് വന്നപ്പോഴും അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട്. ആൾ ക്യാമറക്ക് പോസ് ചെയ്ത് അങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ ആട്ടിയിട്ടൊന്നും ആൾ പോണില്ല. മൂപ്പര് ഇവിടെ വന്നാൽ പൈസ തരും എന്നൊക്കെയാണ് പണ്ടൊക്കെ പറയണത് കേട്ട്. പക്ഷെ എനിക്ക് ഇവനെ കണ്ടിടത്തോളം പൈസ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എവിടെ കിട്ടണതാവോ, ഞമ്മക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. ഏതായാലും മഴ ഒക്കെ അതിനിന്ന് അപ്പൊ മഴ ആയപ്പോ ആണെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ കയറിയതാണോ ഒന്നും അറിയില്ല. ഇന്നലെ ഞാൻ കസാര അട്ടിയിട്ടപ്പോ തന്നെ ആള് ഇവിടെ ഉണ്ടായിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ ആകുമ്പോഴത്തേനൊക്കെ പോയിട്ടുണ്ടാവുന്നു. പക്ഷെ രാവിലെ വന്നപ്പോഴും അതേ സ്ഥാനത്തോടെ ഇട്ടിട്ട്. ഇതിന്റെ വേറൊരു വെർഷൻ ഉണ്ട്, നമ്മളെ മണ്ണിന്റെ നിറല്ലേ, അതില് പാമ്പോ പുഴുവോ ഒക്കെ ഉണ്ടാവലുണ്ട്. പാമ്പ്, ചെറിയ പാമ്പിന്റെ മരിക്കൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ആ ഒരു സാധനം പോയിട്ട് തന്നെ ഉണ്ടായില്ല കേട്ടോ. ആ കസാരമ്മ ഇപ്പോഴും ഉണ്ട്. ഞാൻ വല്ല കസാരയൊക്കെ മാറ്റി വെച്ചു. ഏതായാലും ആ കസേര അവിടെ ഇട്ട് തട്ടി കൊട്ടി കൊട്ടി അങ്ങനെ ഏതായാലും ഞാൻ അതിനെ കളഞ്ഞെടുത്തിട്ടുണ്ടായിട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ നീച്ചപാടന്നെ നല്ല മഴ, ചെറിയൊരു മടി. അപ്പൊ ഞാനൊരു ഇത്തിരി നേരം ഒന്ന് ഇരുന്നതാണേ. മിഞ്ഞാന്ന് KSEBിന്റെ ആൾക്കാർ വന്നിട്ട് കരണ്ടി കമ്പിങ്ങമ്മക്കില്ലേ ആ ഇലകളൊക്കെ ഒന്ന് വെട്ടിയിട്ടിട്ടുണ്ടേനു. അതിന്റെ കൊമ്പൊക്കെ ഇന്നലെ രാവിലെ ഞാൻ കടഞ്ഞിട്ടുണ്ടേനെ. പക്ഷെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇന്നലെ ആ വെയിലൊക്കെ കൊണ്ടിട്ട് ഒന്ന് വെയിലൊക്കെ ഒന്ന് കൊണ്ടുണങ്ങിയതിന് ശേഷം കത്തിക്കാന്ന്. പക്ഷേ മഴക്കാലല്ലേ, മഴ പെയ്യാണ്ടിരിക്കുക. ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ പെയ്ത്. അപ്പൊ ഇന്നത് കത്തിക്കൽ നടക്കുമോന്ന് തോന്നിയില്ല. കുറച്ച് സമയം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ വല്ല കിച്ചണിക്ക് കയറിയിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ളതും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കണം. അല്ല, ഈ ഹോം മേക്കർ ആയ ഞമ്മക്കും മാസം 30,000 ഒക്കെ വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ ഈ ന്യൂസൊക്കെ വന്നതിന് നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? നിങ്ങളെ വീട്ടിൽ അതൊക്കെ നടപ്പിലായോ? എന്തായാലും ഞമ്മളെ വീട്ടിൽ അതൊന്നും നടപ്പാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഒരു മാസമൊക്കെ 30,000 ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എങ്ങനെ ഒപ്പിക്കാൻ പറ്റും? അതല്ല, മാസം 30,000 40,000 ഒക്കെ ആവും. ചിലപ്പോ ആ ഒരു ഗൃഹനാഥന്മാർ തന്നെ സമ്പാദിക്കുക. അതിന്ന് 30,000 ഒക്കെ ഞമ്മക്ക് തരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അതൊക്കെ നടപ്പിലാക്കാൻ പറ്റും? അതൊന്നും ഞമ്മക്ക് ഇവിടെ നടപടി ആവണ കേസല്ല. ഓലൊരു ജസ്റ്റ് ഉദാഹരണം പോലെ പറഞ്ഞതാവും. ആ കിട്ടണവർക്ക് കിട്ടും, കിട്ടാത്തവർക്ക് കിട്ടൂല എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ അങ്ങനെ പറഞ്ഞതാവും. പക്ഷെ എല്ലാ വീട്ടിലൊന്നും ഇപ്പൊ അത് നടപ്പിലാക്കാൻ പറ്റൂല. പക്ഷേ നമ്മൾ മിഡിൽ ക്ലാസ് ആണെങ്കിൽ പോലും, അതേപോലെ പണിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ പോലും ഞമ്മക്ക് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് കാശ് വസൂലാക്കാനുള്ള ചെറിയൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. പറ്റണ പോലെ പ്രയോഗിക്കുക. ആരും കൊങ്ങക്ക് പിടിച്ച് വാങ്ങാനൊന്നും നിൽക്കരുത്. ഇന്നെ കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ ഒരു ചെറിയൊരു ടിപ്സ് പോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ നിയമം നമ്മളെ വീട്ടിൽ കൊണ്ടുവരാം. ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാൻ കാര്യം അവതരിപ്പിച്ചു തരാം. ഇനിയിപ്പോ നമ്മള് ഹസ്ബൻഡ് പണിക്ക് പോണ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു 100 രൂപ വെച്ചിട്ട് എനിക്ക് തരണം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു 100 രൂപ വെച്ചിട്ട് ഒരു 365 ദിവസം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം ഒരു 36,500 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം വീട്ടിലിരുന്ന് നമുക്ക് പുറത്ത് പോകണമില്ല. പക്ഷെ എന്നാൽ വല്ലാണ്ട് നമ്മൾ കഴുത്തറുത്ത് വാങ്ങണമില്ല. ചെറിയൊരു രീതിയിൽ നമുക്കൊരു സമ്പാദ്യം, അല്ലെങ്കിൽ നമുക്കൊരു സേവിങ്സ്, അല്ലെങ്കിൽ ഓൾക്ക് കുറച്ച് ദിവസം പണിയില്ലാതിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു കൂട്ടിച്ച പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു 100 രൂപ എന്ന് പറയുന്നത് നമുക്ക് ചിലവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തായാലും ഉണ്ടാവും. എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഈ 100 രൂപ നമ്മൾ വാങ്ങി വെച്ചിട്ടില്ലെങ്കിലും ആ 100 രൂപ എങ്ങനെയെങ്കിലും ആയിട്ട് ചിലവാകും. അപ്പോൾ നമുക്ക് ഡെയിലി ഒരു 100 രൂപ വെച്ചിട്ട് നമുക്ക് തരാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തിൽ ഈ ഒരു 36,000 രൂപ സമ്പാദിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ അതല്ല, 365 ദിവസത്തിൽ എല്ലാ ദിവസവും ഒന്നും പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും ഡെയിലി ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല, സൺഡേ ലീവ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു വർഷത്തിലൊരു 300 ദിവസം വെച്ചിട്ട് കൂട്ടുകയാണെങ്കിലും നമുക്കൊരു 30,000 രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അതല്ല, നമുക്ക് മാസത്തിൽ ഒരു 500 രൂപ വെച്ചിട്ടാണെങ്കിലും ഒരു വർഷത്തിൽ ഇപ്പോൾ നമുക്കൊരു 6,000 ഒക്കെ ഉണ്ടാക്കിക്കൂടെ? ഇനിയിപ്പോൾ ഡെയിലി 100 വേണ്ട, മാസത്തിൽ 500 പോരാ എന്നുള്ളവർക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ആഴ്ചക്ക് ഒരു 500 വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു മാസത്തിൽ ഒരു 4 ആഴ്ചയിലൊരു നമുക്കൊരു 2,000 വെച്ചിട്ട് കൂട്ടാം. ഒരു 2,000 വെച്ചിട്ട് ഒരു മാസം കിട്ടുകയാണെങ്കിലും
നമുക്കൊരു വർഷത്തിന് 24,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു തന്നത് മാസം 30,000 കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കൊരു വർഷത്തിൽ ഇങ്ങനെയൊക്കെ 30,000 36,000 ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഞാനിങ്ങനെ ഒരു ടിപ്സ് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് പറ്റുന്നത് വെച്ചെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. വീട്ടമ്മ എന്ന് പറയുന്ന ജോലി കുറച്ചിലായി അല്ലെങ്കിൽ കുറച്ചിലാണ് അല്ലെങ്കിൽ അതിന് പൈസ വേണ്ടാത്തതാണ് എന്നുമല്ല ഞാൻ പറയുന്നത്. പൈസ വാങ്ങണം എന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഓരോരുത്തർക്കും നിങ്ങൾക്കറിയാം നിങ്ങളെ ഹസ്ബൻഡിന് എന്താണ് ജോലി, അതിനുള്ള ശമ്പളം എത്രയാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് 100 അതിന് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, അല്ലെങ്കിൽ 50 വാങ്ങാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ നടപ്പാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് നടപ്പാക്കാം കേട്ടോ. ചില ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു 50 100 വാങ്ങിയിട്ടില്ലെങ്കിലും ഈ 50 100 വേറെ ഒരു രീതിയിൽ അത് ചിലവായിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു 50 100 അത് ചെറിയൊരു നമുക്കൊരു ഒരു കുടുക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ സേവ് ചെയ്ത് വെക്കാം. വർഷത്തിൽ നമുക്ക് എന്തിനെങ്കിലും ആ ഒരു വർഷത്തിൽ ഒരു കൂട്ടി കിട്ടുമ്പോൾ അത് നമുക്ക് എന്തിനേലും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതാ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചതുകൊണ്ട് ആ ഒരു പൈസ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ വിടും. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വർഷത്തിൽ ഈ ഒരു കൂടി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല 36,000 അല്ലെങ്കിൽ 24,000 ഒക്കെ ഒരു കൂട്ടി വരുമ്പോൾ വർഷത്തിൽ അത് നമുക്ക് നല്ലൊരു സംഖ്യ ആയി മാറും. ആ ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വീട്ടുപകരണങ്ങളോ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് വാങ്ങാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു 50 രൂപ നമുക്കത് ചിലപ്പോൾ എങ്ങനെയെങ്കിലും ചിലവായി പോകുന്ന ഒരു സാങ്കേതികമാണ്. ചിലപ്പോൾ വല്ല കുട്ടികൾക്ക് സ്നാക്സിനോ അങ്ങനെ എന്തെങ്കിലും ചിലവായി പോകുന്ന ആ ഒരു സാധനം സേവ് ചെയ്ത് വെച്ച് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 100 ഞാനൊരു ചെറിയൊരു ഇത് പറഞ്ഞതാണ് കേട്ടോ. ചിലപ്പം ചിലർക്ക് 100 കിട്ടൂല. അങ്ങനത്തെ ഒരു 50 ആണെങ്കിൽ മതി. ഒരു ദിവസം ഒരു 10 ആണെങ്കിലും മതി. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആവുമല്ലോ, ആ ഒരു സംഖ്യ വർഷത്തേക്ക് ആവുമല്ലോ. ഇനിയിപ്പം അതല്ല നല്ല അത്യാവശ്യം സാലറി ഒക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ മന്തിൽ ആണ് സാലറി കിട്ടണോൽക്ക് ചെങ്കി ഇനിയിപ്പോൾ 2,000 ആക്കണ്ട, ഒരു 4,000 5,000 ഒക്കെ വാങ്ങിക്കോളി നിങ്ങളെ ഒരു ഇതിനനുസരിച്ചിട്ട്. അങ്ങനെ അതൊരു നല്ല രീതിയിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ എനിക്കൊരു സേവിങ്സ് തുടങ്ങണം എന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ഇങ്ങനെ തരണം എന്ന് പറയുകയാണെങ്കിൽ ആളും അതിന് സപ്പോർട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചെറിയ സേവിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ 30,000 ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു ലോ ക്ലാസ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊന്നും നടക്കാത്ത സ്വപ്നമാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ സ്വപ്നം കാണാം. നമ്മളെ വരവിനനുസരിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലാണോ നമുക്ക് ചെറിയൊരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുക, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 50 50 100 ഒക്കെ നമുക്ക് സേവ് ചെയ്ത് ഒരു കൂട്ടിയാണ്ട് അതൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെയാണ് ഏറ്റവും നല്ലത്. ഒരു സേവിങ്സ് ആയിട്ട് തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ശ്രമിക്കാം. ഞാനിതൊന്നും ഞാൻ ഫോളോ ചെയ്യലില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ഒരു ദിവസത്തിൽ 50 എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് വന്ന് എൻ്റെ വീഡിയോ ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.